എന്നോടുള്ള സ്നേഹം അത്ര നല്ലതുപോലെ അവർ സ്നേഹം കാണിക്കുന്നില്ല. അപ്പോൾ ചേട്ടന് മനസ്സ് വിഷമമാകുമ്പം ചേട്ടൻ മദ്യപിക്കാൻ തുടങ്ങി. എടുത്ത് കഴിക്കുന്നത് അങ്ങനെ ഞാൻ കാണിച്ചില കൊണ്ടുവയ്ക്കുമ്പോൾ ഞാനതെടുത്ത് ഒളിച്ചു വയ്ക്കും കഴിക്കാതിരിക്കെ. അപ്പോൾ എൻ്റെ അമ്മാവി കാണും ഞാൻ കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കുന്നത്. അത് ഞാൻ ഹസ്ബൻഡ് തിരക്കുമ്പോൾ ഞാൻ പറയത്തില്ല, ഞാൻ ഒളിച്ചു വെച്ചൊന്നും പറയത്തില്ല. അപ്പോൾ അമ്മാവി കാണുന്നത് പറയും, ഇതാണ് അവൾ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. പക്ഷെ എന്നെ അടിക്കാനുള്ള എല്ലാ അവസരവും അവർ പറഞ്ഞുണ്ടാക്കും. പക്ഷെ എൻ്റെ ശരീരത്തിൽ നിന്നേ വരെ തൊട്ട് നോവിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ നാളിലൊക്കെ രാത്രി പറയുമായിരുന്നു, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷെ എനിക്കതെല്ലാം തുറന്നു പറയാൻ പറ്റത്തില്ല സജിതേ. നിനക്കറിയത്തില്ല, എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഇളയ കുഞ്ഞിനെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അപ്പോഴേ എൻ്റെ പേരിൽ പൈസ പ്രസവ ആവശ്യത്തിന് അയച്ചിരുന്നു. അത് അറിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഓരോ പ്രശ്നം ഉണ്ടാക്കി, വഴക്കായി, എന്നെ വഴക്ക് പറഞ്ഞ്. അപ്പോൾ ഈ ഇളയ കുഞ്ഞിനെ പ്രസവിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ലീവിന് വന്നു നാട്ടിൽ. പ്രഷർ കൂടി കണ്ണിന് കാഴ്ചയ്ക്ക് ചെറിയ വ്യത്യാസം വന്നു. അപ്പോൾ അറിയിച്ചില്ല, നാട്ടിൽ അറിയിച്ചില്ല. എന്തോ മാനസിക എന്തോ പ്രയാസം കൊണ്ടാണെന്ന് മനസ്സിലായി. ഇങ്ങനെ നാട്ടിൽ വന്നപ്പോൾ എന്നെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ ചെന്ന് അപ്പോൾ അമ്മയും അച്ഛനൊന്നും അത്ര സഹകാര സ്നേഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചേട്ടൻ പോണ വരെ ഞാനും കുഞ്ഞുങ്ങളും അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത എന്ന് പറയാൻ, മോനെ ഡ്രസ്സൊക്കെ മാറ്റി എണ്ണ തേച്ച് കുളിപ്പിക്കാനായിട്ട് അമ്മയുടെയും നാത്തൂൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് മൂത്ത കുട്ടി കുളിപ്പിക്കാൻ എടുത്ത് കുളിമുറി കൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മയുടെ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ തിണ്ണയിലിരിക്കുന്ന അവരടുത്തിരുന്ന് മോൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചു മോൻ്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന് വലിയ കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വന്നപ്പം ഞാൻ കണ്ടത് മുറ്റത്ത് മണലാണ്. മണലിൽ വലിയൊരു ഉറുമ്പിൻ്റെ കൂടുണ്ട് വലിയ. അതിലെൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവരിരുത്തിയിട്ട് അകത്ത് കയറി കതവിൻ്റെ മറയിൽ നിന്ന് ഒളിച്ചു നോക്കുന്നു. എൻ്റെ കുഞ്ഞ് കാലും ദേഹം മുഴുവനും ഉറുമ്പ് പൊതിഞ്ഞ് എഴുന്നേറ്റ് മാറാൻ പോലും കഴിയാതെ വാവിട്ട് കരയുന്നു, വില വിളിക്കുന്നു. ഞാനും പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് നാൾ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. ആഴ്ചയിൽ 3-4 ദിവസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കും, പിന്നെ ഇഞ്ഞ് പോരും. സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ചേട്ടനും ഒരു വിഷമമാണ് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ. അപ്പോഴെന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഈ പ്രശ്നങ്ങളൊക്കെ മാറും, നമുക്കൊരു വീട് വയ്ക്കാം, നല്ലൊരു വീട് വെച്ച് കഴിയുമ്പം ഈ പ്രശ്നങ്ങളൊക്കെ മാറും, നോക്കിക്കോ. അപ്പോൾ അച്ഛനും അമ്മയുടെ സ്വഭാവം എല്ലാം മാറുമെന്ന്. അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് ഗൾഫിലേക്ക് പോകണം, പുതിയ വിസയിൽ. പിന്നെ ദുബായിലേക്ക് വിസ, ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ മുഖേന വിസ ശരിയായി. എൻ്റെ സ്വർണ്ണം വിറ്റ് കുറച്ച് പൈസ ഇട്ടുന്ന അതിൽ നിന്ന് 80,000 രൂപ എടുത്ത് ദുബായിലേക്ക് പോയി. അവിടെ നല്ല കമ്പനിയായിരുന്നു, അവിടെ ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ നേഴ്സറി സ്കൂളിലും പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷമൊക്കെ ആയപ്പം, അപ്പോൾ 2010 പിന്നെ ഭർത്താവിൻ്റെ 10 സെൻറ്റ് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും എഴുതി വെച്ച്. അത് ഞാൻ അറിഞ്ഞില്ല. അതിനകം വെച്ച് ഭർത്താവ് എന്നോട് വിളിച്ചപ്പം ചേട്ടൻ പറഞ്ഞ് ഇതെനിക്ക് കുറച്ച് പൈസ ആവശ്യപ്പെട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത് പ്രമാണം എഴുതാനാണെന്ന് പറഞ്ഞ് ഞാൻ ലീവിന് നാട്ടിൽ വന്നു. വീട് വയ്ക്കുന്ന കാര്യവും പറഞ്ഞ് എത്രയും വേഗം വീട് പണി തുടങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം നാട്ടിൽ വരുമെന്ന് പറഞ്ഞു. 2 വർഷമായപ്പം തന്നെ നാട്ടിൽ വന്ന് കയ്യിൽ പൈസ ഒന്ന് 1 ലക്ഷത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് കയ്യിൽ ഉള്ളായിരുന്നു. കൂട്ടുകാരിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. പെട്ടെന്ന് തന്നെ ലോണിനൊക്കെ കൊടുത്തു. അപ്പോൾ എന്നെയും കൂട്ടി മക്കളെയും കൂട്ടി അങ്ങ് ചെന്നപ്പം നാത്തൂനും കൊച്ചുങ്ങളൊക്കെ അങ്ങ് പോയി. അവർക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞ് അവർ താമസം മാറി. അവർ വീട്ടിൽ ചെന്നപ്പോൾ നല്ല സന്തോഷം. അച്ഛനും അമ്മയൊക്കെ വലിയ കാര്യം, വീട് വയ്ക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. വീട് പണിക്ക് വേണ്ടി ലോൺ എടുക്കാൻ അടുത്ത SME ബാങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് ലോണിന് കൊടുത്ത് അപേക്ഷ കൊടുത്ത് ലോണെല്ലാം പാസ്സായി. വീട് പണി എഗ്രിമെൻ്റ് കൊടുത്ത് 8 ലക്ഷത്തിന് വീട് പണി കോൺട്രാക്റ്റ് കൊടുത്ത് പണിയും തുടങ്ങി. അപ്പോൾ പഴയ വീട് പൊളിച്ച് അപ്പോഴാണ് പ്രമാണം ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. ലീവിന് നാട്ടിൽ വരുമ്പോൾ പ്രമാണം എഴുതിയിട്ടുണ്ട്, നമ്മൾ കൊടുത്ത് അതാണ് ലോണിന് കൊണ്ടുവന്ന് ബാങ്കിൽ വയ്ക്കുന്നത്. വീട് പണി തുടങ്ങി. പിന്നെ പഴയ വീട് പൊളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു, ചേട്ടനും എൻ്റെ വീട്ടിലായിരുന്നു. അച്ഛനും അമ്മയും നാത്തൂൻ്റെ കൂടെ പോയി, മൂത്ത നാത്തൂൻ്റെ. വാർപ്പിൻ്റെ പണി നടന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് പോയിട്ട് ബാക്കി പൈസ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ച്
ഇപ്പോൾ വീട് പണി തുടങ്ങിയപ്പോഴും അവരെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടിയില്ല. 24 വർഷമായി ഗൾഫിൽ നിൽക്കുന്നു.